അങ്ങനെ സെക്കൻഡ് ലെഗ് അടിയാൻ പോണ ഗൈസ് അങ്ങനെ സെക്കൻഡ് ലെഗാണ് ഇത്. സെക്കൻഡ് ലെഗും പോട്ടെ. സെമി ഫൈനൽ സ്റ്റേഡിയം കിങ് പവർ സ്റ്റേഡിയം. ഇതാ ഞാൻ മേയർ ലെഫ്റ്റ് വിങ് ഞാൻ പറഞ്ഞാലും ചായ എടുക്കാം. അവൻ എപ്പോഴും 11 പിടിച്ചിരിക്കുന്നു. ഗോൾ കീപ്പറിനെയും കൂടെ ഒന്ന് മാറ്റാം. കളി തുടങ്ങാം. യെസ്, കിങ് പവർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേക്കുന്നു. ഫ്രാൻസ് vs കൊറാറ്റിയ ശക്തിയെ നേരിടാൻ പോകുന്നു. കൊറാറ്റിയ ഇതുവരെയായിട്ട് ഒറ്റക്കളി നോക്കാതെ കയറി വന്ന കൊറാറ്റിയ. ടീം പ്ലേ കുഴപ്പമില്ല. ടീം പ്ലേ ജിറോഡിനെ ടാക്കിൾ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡിഫൻഡർ. എംബാപ്പയാണ് ഫ്രീ കിക്ക് എടുക്കുന്നത്. ഗോൾ കയറത്തില്ല. ബഡ്മിലിൻ്റെ ഇത് കൊടുക്കുന്നു. ബഡ്മിൽ ക്ലാമറച്ച് ത്രൂ പാസ് കൊടുത്തേക്കുന്നു. ക്ലാമറച്ച് സ്കില്ലും കാണിച്ചോണ്ട് ക്ലയൂസിൻ്റെ നടന്നില്ല അവൻ്റെ സ്കില്ല്. എർലിക് കൽക്കണ്ട കനിയെ കരളിൻ്റെ കഷ്ണമേ പാട്ടത്തിൽ കളിച്ചവൻ്റെ താളത്തിലാട്ട് ഈ പിത്ത സഞ്ചിയിൽ കത്തിക്കരയാ പൊട്ടിക്കരയില്ല. ഞാനങ്ങ് മരിച്ചു കടിച്ചു കുടിച്ച് ഇല്ലാണ്ടായി രക്തം കൊണ്ടൊരു എഴുതി ചന്ദനം മണക്കില്ല. അങ്ങോട്ടാ ഉദ്ദേശിച്ച പ്ലെയർ. ടാക്കിൾ ചെയ്തെടുക്കുന്നുണ്ട്. അടിക്കുന്നുണ്ട്. എംബാപ്പെ പിന്നെയും ടാക്കിൾ ചെയ്തിരിക്കുന്നു. അവന്മാർ ഭയങ്കര അറ്റാക്കിങ്ങിലോട്ടാണ്. ഫ്രാൻസ് ഫ്രീ കിക്ക് ഫോർ എംബാപ്പെ. നേരെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ട്. ഗോൾ കീപ്പർ അനാവശ്യമായിട്ടൊരു ഷോട്ട് അടിച്ചിരിക്കുന്നു. ഗോൾ കയറിയില്ല. രക്ഷപ്പെട്ടു പോന്നു. നാളെ 6 അടി മണ്ണിൽ 2x2 സ്കൂൾ കൊള്ളാട ഷോട്ട് ട്രൈ. ആദ്യത്തെ ഷോട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ. ആണെന്ന് നോക്കാം. ഷോട്ട് ഓൺ ടാർഗറ്റ് നമ്മൾ 4 അടിച്ചു. 3 ഓൺ ടാർഗറ്റ്. അതാണ് അവന്മാര് 3 അടിച്ചു. 1 ടാർഗറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ 4 അടിച്ചതിൻ്റെ 3 ഓൺ ടാർഗറ്റ്. അത് ഉദ്ദേശിക്കണം. കണ്ടോ, സോസായിക്ക് ഒരു യെല്ലോ കാർഡ് വിജയിച്ചിരിക്കുന്നു. മൊത്തം ടാക്ലിങ്ങാ. എംബാപ്പയാ മൊത്തം ടാക്ലിങ്. അവനെ ഇന്ന് നേരിട്ട് വെച്ചേക്കുക ഡിഫൻഡർ കൊറാറ്റിയാട്. ഒരു നല്ല അറ്റാക്കിംഗ് ഉണ്ട്. ഇപ്പം 5 ഐക്കാണ്. അല്ല, അവന്മാർക്ക് 4 ഐക്കാണ്. ഷോട്ട് ഫ്രീ കിക്ക്. 6 അടി മണ്ണിൽ ഗോള് കണ്ടോ നിങ്ങളുടെ കണ്ണി മിന്നൽ പോണ പോലെ ഗോള്. അവനെ മറികടന്നെങ്കിൽ ലെഫ്റ്റ് കാലും കൊണ്ട് ഒറ്റ ഷോട്ട്. ആംഗിൾ എങ്ങനെ സാധിക്കുന്നു? ഫ്രാൻസിനെ മറികടന്ന് ആദ്യ പകുതി ഒന്ന് തീരാതെ പോകത്തില്ല കൊറാറ്റിയ. ആദ്യ പകുതി 1 അടിച്ചിട്ടേ അവന്മാർ പോകത്തുള്ളൂ. ഇന്ന ചില്ല് പന്തച്ചില്ല് എന്ന മട്ടിലടിച്ചാണ്. കണ്ടോ, 5 4 ഓൺ ടാർഗറ്റ്. അതാണ് കൊറാറ്റിയ.
നമ്മളിനിയും 2 ബെഡ്ലോക്ക് ബഡ്ലിക്ക് 2 ലെഫ്റ്റ് ബാക്ക് ഇത്രയും പേരെ മാറ്റാൻ പറ്റത്തുള്ളൂ. ടീമിൽ 6 മാറ്റവും വരുത്തിയിരിക്കുന്നു. കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ടീം പ്ലേ ആണ്. ടീം പ്ലേ സജദാക്കി ഓഫ് സൈഡ് ആണ് ഗൈസ്. മേരി चाहत സപ്പനെ മൊത്തം ടാക്ലിംഗ് ആണ് ഗൈസ്. എന്തുവാന്ന് തന്നെ എനിക്ക് എംബാപ്പെ മൊത്തം ടാക്ലിംഗ്, വളഞ്ഞിട്ട ടാക്ലിംഗ്. ഒരു ഷോട്ടും കൂടെ അവന്മാർക്കായി. ഷോൺ ടാർഗറ്റ് ഓർമ്മ ഉള്ള അതാണ് ശ്രദ്ധ, നമ്മുടെ ഓൺ ടാർഗറ്റ്. അവന്മാരെ കളി പിടിച്ച് വരുന്നുണ്ട്. ലൂക്ക മോഡ്രിച്ച് ആറടി മുന്നില് ഓഫ് സൈഡ്. ഈ നല്ല ത്രൂ പാസ് കളിച്ചു വരുന്നേ. സൈഡ് ഷോട്ട് അയ്യോ സേവ് ചെയ്ത് ഒരു ഓൺ ടാർഗറ്റ് കിട്ടി. നല്ലൊരു കണ്ടീഷനാണ് ഓൺ ടാർഗറ്റ്. ഓൺ ടാർഗറ്റ് എന്ന് പറഞ്ഞാലേ നെട്ടണം. നാളെ ആറടി മണ്ണില് പൊടി മാറല്ല കളിയാകുന്നേ കുന്ന് ചുറ്റുമാറല്ല ഹാലല്ല ഇബടിയായല്ല എന്നാലും മാറല്ല ഇവട്ടി മാറല്ല വള കയ്യിലിട്ട പിന്നെ അവന്മാരുടെ രണ്ടാമത്തെ ഓൺ ടാർഗറ്റ് ആയിരുന്നു. കിണ്ണ ഷോട്ട്, കിണ്ണ സേവ്. അവന്മാരെ ചാർജ് ആവുന്നുണ്ട്. അവന്മാര് ഗ്രീസ്മാൻ ആ കോർണർ എടുക്കുന്നത് ശ്രദ്ധിക്കണം. നാളെ ആറടി മണ്ണില് ഞാൻ തിന്നപ്പൊടിയും. പെനാൽറ്റി ആണെന്ന് തോന്നുന്നു ഗൈസ്. അവന്മാർക്ക് ടാക്ലിംഗ് ആയിരുന്നു. പെനാൽറ്റി ആണെന്ന് തോന്നുന്നു. യെസ്, പെനാൽറ്റി. എംബാപ്പെ അടിക്കുന്നു. സേവടാ മോനെ. ഏത് എംബാപ്പെ ആണേലും സേവ് അടിക്കുന്നു പറഞ്ഞാൽ സേവ് അടിക്കും. യാതൊരു വിഷയമില്ല. നാളെ ആറടി മണ്ണിലെ തമ്പപ്പൊടി മാറുള്ള കുട്ടിക്കളിയാകുന്നു വലുതാണേ കുന്ന് വിളിച്ചിട്ട് മാറല്ലേ തൊരു ഹാലല്ലേ അടിപടിയായല്ലേ മാറല്ലേ ഇടിവെട്ടി മാറല്ലേ. കളി ജയിച്ചു 2024 സെമി ഫൈനൽ യൂറോ നാഷണൽ ലീഗ്. പൊസിഷൻ നോക്കുവാണേ അവന്മാരായിരിക്കും. ഫ്രീ കിക്ക് ആണെങ്കിൽ അവന്മാരായിരിക്കും. കോർണർ ആയിരിക്കും അവന്മാരായിരിക്കും. ഷോട്ട് നോക്ക്. 8-5 ഓൺ ടാർഗറ്റ്. പാസ് നോക്ക് 50-37. അതാണ് കളി.